ഏതാണ്ട് 10 വർഷങ്ങൾക്ക് മുൻപ് വരെ സ്റ്റാർട്ടപ്പ് എന്ന വാക്കിന് ശരാശരി രക്ഷകർത്താക്കൾ കാര്യമായ വില കൽപ്പിച്ചിരുന്നില്ല. കൂട്ടുകാരുമൊത്ത് കറങ്ങി നടക്കാൻ മക്കൾ കണ്ടെത്തിയ ഒരു പാഴ്വേലയായി മാത്രം ഇതിനെ കണ്ട കാലമുണ്ടായിരുന്നു. അവിടെ നിന്ന് ഇന്ന് ലോകം അംഗീകരിക്കുന്ന സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥയായി കേരളം മാറിയതും രക്ഷിതാക്കൾ അടക്കമുള്ള പൊതുസമൂഹം സ്റ്റാർട്ടപ്പ് രംഗത്തെ പ്രതീക്ഷാ നിർഭരമായി കാണാൻ ശീലിച്ചതുമാണ് കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ കേരളത്തിന്റെ സ്റ്റാർട്ടപ്പ് ചരിത്രത്തിലെ നാഴികക്കല്ല്. പരമ്പരാഗതമായി സംരംഭകത്വത്തോട് മുഖം തിരിച്ചു നിന്ന ഇടത്തരം മധ്യവർഗ കുടുംബങ്ങളിൽ നിന്നാണ് ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും ചടുലമായ സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുത്ത സംരംഭകരുണ്ടാവുന്നു എന്നതിനെ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ അഭിമാനത്തോടെ കാണുന്നത്. 2010-11 ബീജാപാപം സംഭവിച്ച് 2016 കേരള സ്റ്റാർട്ടപ്പ് മിഷൻ എന്ന ഔദ്യോഗിക സംവിധാനത്തിലേക്ക് എത്തുമ്പോൾ ലക്ഷ്യമിട്ടിരുന്നത് അടുത്ത 10 വർഷത്തിനുള്ളിൽ 15,000 സ്റ്റാർട്ടപ്പുകളും അതുവഴി 10,000 കോടി രൂപയുടെ നിക്ഷേപവുമാണ്. 10ാമത്തെ വർഷമെത്തുമ്പോൾ കേന്ദ്ര സർക്കാർ അംഗീകരിച്ച 7,033 സ്റ്റാർട്ടപ്പുകൾ അടക്കം 13,306 സ്റ്റാർട്ടപ്പുകളും 8,000-ൽ പരം കോടി രൂപയുടെ നിക്ഷേപവും കേരളത്തിലെത്തിക്കാൻ സ്റ്റാർട്ടപ്പ് മിഷന് കഴിഞ്ഞു. സാങ്കേതിക വിദ്യയുടെ ഉപയോഗം വഴി ഉൽപ്പന്നം അത് നിർമ്മിക്കുന്ന വിധം, വിപണനം എന്നിവയിൽ നിലവിലുള്ള രീതിയെ മറികടക്കാൻ തക്കവണ്ണമുള്ളവയും അതുവഴി ബൃഹത്തായ ഒരു ഉപഭോക്തൃ സമൂഹത്തിന് സേവനമോ ഉൽപ്പന്നമോ എത്തിക്കാൻ കഴിയുകയും അതിലൂടെ വലിയ അളവിലുള്ള ധനസമാഹരണം നടത്തുകയും ചെയ്യുന്ന സംരംഭങ്ങളെയാണ് സ്റ്റാർട്ടപ്പുകൾ എന്ന നിർവചനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. KCM ആണ് ഈ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഏജൻസി. സൂക്ഷ്മ, ചെറുകിട, ഇടത്തരം സംരംഭങ്ങൾക്ക് വർഷത്തിൽ ശരാശരി 30% വരെയാണ് വളർച്ചാ നിരക്കെങ്കിൽ സ്റ്റാർട്ടപ്പുകൾക്ക് 1000 മടങ്ങ് വളരെ വളർച്ചയുണ്ടാകാം. രാജ്യത്തെ സ്റ്റാർട്ടപ്പ് രംഗത്ത് വലിയ വിജയം കൈവരിച്ചിട്ടുള്ള സോഫ്റ്റ്വെയർ അതായത് ആസ് എ സർവീസ് മേഖലയിൽ മികച്ച പ്രകടനങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും ഇതുവരെ യൂണിക്കോൺ വിഭാഗത്തിലേക്ക് നമ്മുടെ കമ്പനികൾ എത്തിയിട്ടില്ല. ഇതൊരു പോരായ്മയാണ്. ഈ കുറവ് പരിഹരിക്കാനും സാസ് മേഖലയ്ക്കപ്പുറം ഭാവിയുടെ ടെക്നോളജി കൂടി മുന്നിൽ കണ്ടുകൊണ്ട് പുതിയ തലത്തിലേക്ക് കേരളത്തിലെ സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥയെ എത്തിക്കാനുമുള്ള നടപടികളാണ് KCM വിഭാവന ചെയ്യുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ AI ആധിപത്യത്തിന്റെ പടിവാതിലാണ് ഇന്ന് ലോകം എത്തി നിൽക്കുന്നത്. പരമ്പരാഗത ജോലി രീതികളെയും വിജ്ഞാന സമ്പദ് വ്യവസ്ഥയും എന്തിന് ദൈനംദിന ജീവിതത്തെ പോലും സാങ്കേതികമായി അലോസരപ്പെടുത്തുന്ന രീതിയിലാണ് ഇതിന്റെ പോക്ക്. ഈ പശ്ചാത്തലത്തിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യയും AI-യും ഉപയോഗിച്ച് ലോകത്തിനു വേണ്ട ഡീപ് ടെക് ഉൽപ്പന്നങ്ങൾ ഒരുക്കുന്ന ഫാക്ടറിയാക്കി കേരളത്തെ അടുത്ത 10 കൊല്ലത്തിനുള്ളിൽ പരിണമിപ്പിക്കാനാണ് സംസ്ഥാനം ലക്ഷ്യമിട്ടിരിക്കുന്നത്. വ്യക്തമായ ദിശാരേഖയാണ് സ്റ്റാർട്ടപ്പ് മിഷൻ ഇതിനായി മുന്നോട്ട് വയ്ക്കുന്നത്. അടുത്ത 10 വർഷം കൊണ്ട് 1000 കോടി രൂപ വാർഷിക വരുമാനമുള്ള 10 ഡീപ് ടെക് സ്റ്റാർട്ടപ്പുകളെ വളർത്തിയെടുക്കാനാണ് ഈ പദ്ധതി. ഈ ആവാസ വ്യവസ്ഥയിൽ 100 ഡീപ് ടെക് കമ്പനികളെ സൃഷ്ടിക്കണം. 5 സുപ്രധാന മേഖലകളാണ് ഡീപ് ടെക് ആവാസ വ്യവസ്ഥയിലേക്ക് KCM ലക്ഷ്യം വയ്ക്കുന്നത്. ഈ മേഖലയുടെ വികസനത്തിനായിട്ട് 500 കോടി രൂപ ചെലവിൽ എമർജിംഗ് ടെക്നോളജി ഹബ്ബ് തിരുവനന്തപുരത്ത് സ്ഥാപിക്കും. ആരോഗ്യ മേഖലയും ജൈവശാസ്ത്ര ഗവേഷണവും യൂറോപ്യൻ അമേരിക്കൻ നിലവാരത്തിലുള്ള ആരോഗ്യ രംഗമാണ് കേരളത്തിന് ഉള്ളത്. ആഗോള നിലവാരത്തിലുള്ള ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട്, അതുപോലെ തന്നെ രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി, റീജിയണൽ ക്യാൻസർ സെന്റർ, മലബാർ ക്യാൻസർ സെന്റർ തുടങ്ങിയ സ്ഥാപനങ്ങൾ നമുക്കുണ്ട്. ഇത്തരം സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ ആരോഗ്യ സാങ്കേതിക രംഗത്ത് ഡീപ് ടെക് സ്റ്റാർട്ടപ്പുകളെ KCM പ്രോത്സാഹിപ്പിക്കും. ഇമേജ് പ്രോസസ്സിംഗ്, അതുപോലെ തന്നെ മെഡിക്കൽ ഇലക്ട്രോണിക്സ്, റീജനറേറ്റീവ് മെഡിസിൻ, ബ്രെയിൻ കമ്പ്യൂട്ടർ ഇന്റർഫേസ് ഇങ്ങനെ നിരവധി മേഖലകളിൽ സ്റ്റാർട്ടപ്പുകളെ സൃഷ്ടിക്കാനാണ് സ്റ്റാർട്ടപ്പ് മിഷൻ ലക്ഷ്യമിടുന്നത്. സ്പേസ് ടെക്, ISRO, അതുപോലെ തന്നെ VSSC എന്നീ സ്ഥാപനങ്ങൾ വികസിപ്പിച്ചെടുത്ത ഇക്കോസിസ്റ്റം നിലവിലുണ്ട്. സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ, ഗ്രൗണ്ട് സ്റ്റേഷൻ സേവനങ്ങൾ, ലോ എർത്ത് ഓർബിറ്റ് ഉപഗ്രഹങ്ങൾ, അതുപോലെ തന്നെ ഡാറ്റ അനലിറ്റിക്സ് എന്നീ മേഖലകളിലാവും ശ്രദ്ധ വയ്ക്കുക. നവീന ഊർജ്ജ സ്രോതസ്സുകൾ, സൗരോർജ്ജത്തിനപ്പുറത്തേക്ക് പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകൾ കണ്ടെത്തുന്നതിനും അവയ്ക്ക് സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്നതിനുമായി ഗവേഷണാടിസ്ഥാനത്തിലുള്ള സ്റ്റാർട്ടപ്പുകളെയാണ് ഈ മേഖലയിൽ പ്രതീക്ഷിക്കുന്നത്. പുത്തൻ തലമുറ സോളാർ അഥവാ പോറോസ്കേവറ്റ് സെല്ലുകൾ, ന്യൂക്ലിയർ ഊർജ്ജ സ്രോതസ്സുകൾ, സ്മാർട്ട് ഗ്രിഡ്സ്, മറൈൻ എനർജി, മണ്ണിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള തെർമൽ സംവിധാനങ്ങൾ എന്നിവയെല്ലാം ഗവേഷണ പരിധിയിൽ വരും. ഡിജിറ്റൽ മീഡിയയും മറ്റു വിനോദോപാധികളും, കാർട്ടൂൺ, സിനിമ എന്നിവയ്ക്കപ്പുറത്തേക്ക് ഓഗ്മെന്റഡ്, എക്സ്റ്റൻഡഡ് അല്ലെങ്കിൽ വിർച്വൽ റിയാലിറ്റി എന്നീ സാങ്കേതിക വിദ്യകളുടെ വരവോടെ സമസ്ത മേഖലകളിലേക്കും സർഗാത്മക ഇടപെടലുകൾ അനിവാര്യമായി മാറിയിട്ടുണ്ട്. ഈ രംഗത്ത് നൂതന ആശയ സ്റ്റാർട്ടപ്പുകൾക്ക് വഴിയൊരുക്കും.
വിദ്യാഭ്യാസം, ആരോഗ്യം, ജോലിസ്ഥലങ്ങൾ, ടൗൺ പ്ലാനിംഗ് എന്നീ മേഖലകളിൽ വലിയ സാധ്യതകളാണ് ഈ രംഗം തുറന്നിടുന്നത്. ഭക്ഷ്യ കൃഷി മേഖല, കാപ്പി, തേയില, സുഗന്ധവ്യഞ്ജനങ്ങൾ, നാണ്യവിളകൾ, വിവിധയിനം പഴവർഗ്ഗങ്ങൾ, ആയുർവേദ മരുന്നുകൾ, സമുദ്രോൽപ്പന്നങ്ങൾ, ഇങ്ങനെ വൈവിധ്യമാർന്ന ഒരു ജൈവ സമ്പത്ത് കേരളത്തിന് സ്വന്തമായിട്ടുണ്ട്. ആധുനിക കൃഷിരീതികൾ, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, നൂതന മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ എന്നിവ സന്നിവേശിപ്പിച്ച സ്റ്റാർട്ടപ്പുകൾക്ക് ഈ രംഗത്ത് വലിയ സാധ്യതകളാണ് ഉള്ളത്. പരമ്പരാഗത സാങ്കേതിക വിദ്യയിൽ നിന്ന് മാറി നൂതനവും മാറ്റത്തിന് വിധേയമാകുന്നതുമായ ആധുനിക സാങ്കേതിക വിദ്യകൾ ഡീപ് ടെക് സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥയ്ക്കായി അവലംബിക്കേണ്ടതുണ്ട്. ഡാറ്റാ സയൻസ്, JNAI, മെഷീൻ ലേണിംഗ്, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, ബയോടെക്നോളജി, ജനറ്റിക് എഞ്ചിനീയറിംഗ്, IoT, സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ, ബ്ലോക്ക് ചെയിൻ, നാനോ പ്രോഗ്രാമബിൾ മാറ്റർ, ന്യൂറോഫോബിക് ആൻഡ് ഒപ്റ്റിക്കൽ കമ്പ്യൂട്ടിംഗ്, അതുപോലെ തന്നെ പ്രിന്റിംഗ്, സിന്തറ്റിക് ബയോളജി തുടങ്ങിയ സാങ്കേതിക വിദ്യകളാണ് മേൽപ്പറഞ്ഞ 5 മേഖലകളുടെ നട്ടെല്ലായി വർത്തിക്കുന്നത്. ഡീപ് ടെക് ആവാസ വ്യവസ്ഥയ്ക്കായി നിലവിൽ സ്റ്റാർട്ടപ്പ് മിഷൻ മുൻകൈയെടുത്ത് നടത്തിവരുന്ന പദ്ധതികൾക്ക് അപ്പുറത്തേക്കുള്ള ദീർഘവീക്ഷണം ഇതിന് ആവശ്യമാണ്. സ്റ്റാർട്ടപ്പുകൾക്ക് ശൈശവദശയിലുള്ള ധനസഹായത്തിനായി ഇന്നോവേഷൻ ഗ്രാന്റ്, വ്യവസായ വകുപ്പ് നൽകുന്ന സീഡ് വായ്പ, KCM പിന്തുണയുള്ള ഏഞ്ചൽ ഫണ്ട്, ഫണ്ട് ഓഫ് ഫണ്ട്സ്, കേന്ദ്ര സർക്കാരിൻ്റെ നിധി പ്രയാസ്, അതുപോലെ തന്നെ സ്റ്റാർട്ടപ്പ് ഇന്ത്യ ഫണ്ട്, ഗവേഷണ ഗ്രാന്റ് എന്നിവ നൽകി വരുന്നു. തുടക്കക്കാരായ സ്റ്റാർട്ടപ്പുകൾക്ക് ഓഫീസ് ആവശ്യങ്ങൾക്കായി 20 ലീപ് കോവർക്കിംഗ് ഇടങ്ങൾ, ഗവേഷണങ്ങളുടെ വാണിജ്യ സാധ്യതകൾ ഉൽപ്പന്നമാക്കി മാറ്റുന്നതിനുള്ള റിസർച്ച് ഇന്നോവേഷൻ നെറ്റ്വർക്ക് കേരള എന്നിവയും സ്റ്റാർട്ടപ്പുകൾക്കായി നിലവിലുണ്ട്. ദേശീയ അന്തർദേശീയ എക്സ്പോകളിൽ പങ്കെടുക്കാനുള്ള അവസരം, അതുപോലെ തന്നെ ഗവൺമെൻറ് ആസ് എ മാർക്കറ്റ് പ്ലേസ് പദ്ധതി വഴി 50 ലക്ഷം വരെയുള്ള കരാറുകളോ അല്ലെങ്കിൽ ടെൻഡറുകളോ ഇല്ലാതെയും 3 കോടി രൂപ വരെയുള്ള കരാറുകൾ ലിമിറ്റഡ് ടെൻഡറായും സ്റ്റാർട്ടപ്പുകൾക്ക് നൽകി വരുന്നുണ്ട്. കേരള സ്റ്റാർട്ടപ്പ് മിഷനും IIT-MK അഥവാ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി കേരളയും കേന്ദ്ര ഇലക്ട്രോണിക്സ് മന്ത്രാലയവും ചേർന്ന് തുടങ്ങിയ രാജ്യത്തെ ആദ്യത്തെ ഇലക്ട്രോണിക് ഹാർഡ്വെയർ ഇൻക്യുബേറ്ററായ മേക്കർ വില്ലേജിൽ നിന്ന് നിരവധി സ്റ്റാർട്ടപ്പുകളാണ് പ്രതിരോധ മേഖലയിലടക്കം പ്രവർത്തിക്കുന്നത്. ഐറോ, ഫ്യൂസലേജ്, അതുപോലെ കാവലസ് വയർലെസ് തുടങ്ങിയ കമ്പനികൾ കേരളത്തിൻ്റെ അഭിമാനാർഹമായ നേട്ടങ്ങളാണ്. 107 കോടി രൂപ നിക്ഷേപം ലഭിച്ച സെമി കണ്ടക്ടർ കമ്പനിയായ നേത്ര സെമി, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തിരുവനന്തപുരത്തെ ഡ്രസ് പാർക്കിൽ നിന്ന് രൂപപ്പെട്ട മികച്ച കമ്പനികളിൽ ഒന്നാണ്. വിജയകരമായ ഈ ആവാസ വ്യവസ്ഥയുടെ തുടർച്ചയായാണ് കേരളം ഡീപ് ടെക് സ്റ്റാർട്ടപ്പ് മേഖലയിലേക്ക് ശ്രദ്ധ ഊന്നുന്നത്. ഇതിനായി നിലവിലുള്ള ഇന്നോവേഷൻ ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് സെന്ററുകൾ ജില്ലാ അടിസ്ഥാനത്തിലുള്ള വികേന്ദ്രീകൃത ക്ലസ്റ്ററുകൾ രൂപീകരിക്കാനും പദ്ധതിയുണ്ട്. ഓരോ ജില്ലയിലും ജില്ലാ കളക്ടർ അടക്കം ഇതിൽ അംഗമായിരിക്കും. ഗവേഷണ കേന്ദ്രങ്ങൾ, മെഡിക്കൽ കോളേജുകൾ, ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ പ്രൊഫഷണൽ സമൂഹങ്ങൾ എന്നിവയെ കോർത്തിണക്കിയാണ് ഈ ഡീപ് ടെക് ഇന്നോവേഷൻ ക്ലസ്റ്റർ രൂപീകൃതമാകുന്നത്. ഗവേഷണ സ്ഥാപനങ്ങൾ, പ്രൊഫഷണൽ കോളേജുകൾ എന്നിവയിലെ പൂർവ്വ വിദ്യാർത്ഥികളെ അടക്കം ഈ ക്ലസ്റ്ററുകളുടെ ഭാഗമാക്കാനും സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ട്. ഓരോ ക്ലസ്റ്ററുകൾക്ക് വേണ്ടി കൂട്ടായ പ്രവർത്തനത്തിനും ചർച്ചകൾ സംഘടിപ്പിക്കാനുമായി ഫ്രീഡം സ്ക്വയറുകൾ ഓരോ ജില്ലയിലും സ്ഥാപിക്കാനും പദ്ധതിയുണ്ട്. സ്കൂൾ കാലഘട്ടം മുതൽക്ക് തന്നെ നൂതനത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനായി സംസ്ഥാനത്തെ 200 സ്കൂളുകളിൽ സെന്റർ ഫോർ എനർജി ഇന്നോവേഷൻ കേന്ദ്രങ്ങൾ നടപ്പിൽ വരുത്തുകയാണ്. പൊതുവിദ്യാഭ്യാസ വകുപ്പ്, സർവ ശിക്ഷ കേരള എന്നിവയുടെ സഹകരണത്തോടെ 98 സ്കൂളുകളിൽ ഇതിന്റെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. സംസ്ഥാനത്തെ തെരഞ്ഞെടുത്ത 50 കോളേജുകളിൽ ഫാബ് ലാബ് ആരംഭിക്കും. ഡീപ് ടെക് കമ്പനികളെ സഹായിക്കുന്നതിന് വേണ്ടി GPU ക്ലസ്റ്റർ വികസിപ്പിക്കും. ഏജന്റിക് AI ഹാക്കത്തോൺ സംഘടിപ്പിക്കും. ISRO പോലുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് 60 വയസ്സ് കഴിഞ്ഞ് വിരമിച്ചവർക്ക് സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നതിനുള്ള ന്യൂ ഇന്നിങ്സ് എന്ന പദ്ധതിയിലൂടെ പ്രോത്സാഹനം നൽകാനും പദ്ധതിയിട്ടിട്ടുണ്ട്. സാമൂഹിക സംരംഭക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കായി സോഷ്യൽ ഓൺട്രപ്രണർഷിപ്പ് പ്രോഗ്രാം നടത്തും. സംസ്ഥാനത്തിന് പുറത്തു നിന്നുള്ള സ്റ്റാർട്ടപ്പുകൾക്ക് കേരളത്തിൽ വന്ന് ജോലി ചെയ്യാനായിട്ട് ടൂറിസം കേന്ദ്രങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് സ്റ്റാർട്ടപ്പ് ബോർഡുകൾ സ്ഥാപിക്കാനും തയ്യാറെടുക്കുകയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ വലിയ നേട്ടങ്ങളാണ് ഈ പറഞ്ഞു വരുന്നത്. കേരള ടൂറിസവുമായി ചേർന്നാണ് ഈ പദ്ധതി സർക്കാർ നടപ്പിലാക്കുന്നത്. വേൾഡ് ബാങ്ക് പദ്ധതിയായ കേരയുമായി അനുബന്ധിച്ച് കാർഷിക മേഖലയിൽ സമൂലമായ ഒരു ഇടപെടലുണ്ടാകും. ആദ്യ 10 വർഷത്തിനുള്ളിൽ സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥ രൂപീകരിക്കാനും പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ പാലിക്കാനുമാണ് KCM ലക്ഷ്യമിട്ടതെങ്കിൽ അടുത്ത ദശകത്തിലെ ലക്ഷ്യങ്ങൾ ആഗോള മേഖലയിലേക്കാണ് വ്യാപിപ്പിച്ചിരിക്കുന്നത്. ഡീപ് ടെക് മേഖലയിലെ പ്രമുഖ കമ്പനികൾ പലതും ഇന്ന് കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്.
IBMന്റെ ജെൻ AI കേന്ദ്രം, വിവിധ കമ്പനികളുടെ ഗ്ലോബൽ കേപ്പബിലിറ്റി സെന്ററുകൾ, അതുപോലെ തന്നെ ഗവേഷണ കേന്ദ്രങ്ങൾ എന്നിവ കേരളത്തിലുണ്ട്. മികച്ച പ്രൊഫഷണലുകൾക്ക് പേരുകേട്ട സംസ്ഥാനത്തിന് ഇനി സംരംഭക മികവിലൂടെയും അന്താരാഷ്ട്ര വേദിയിലേക്ക് എത്താനാകും. അതിനുള്ള പരിശ്രമവും ലക്ഷ്യബോധവുമാണ് ലോക സംരംഭക ദിനം മുതൽ കേരളം മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന സന്ദേശം. നമുക്ക് ഈ നേട്ടങ്ങൾ കൈവരിക്കാം കേരളത്തോടൊപ്പം.